ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കത്തിരിക്കയില്ലേ, വഴുതനങ്ങ പോലെ ഇരിക്കണേ, അത് അരിഞ്ഞ് വറുത്തെടുക്കുന്നതാണ്. അത് വെള്ളത്തിലേക്ക് അരിയണം, അതിൻ്റെ ആ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ട്. 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് എണ്ണ അടപ്പത്ത് വെച്ച്, ശകലം എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ അടപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് നമ്മൾ വറുത്തെടുക്കുന്നു. അതേ ഉള്ളൂ. ചോറിന് ഒരു തൈരും കത്തിരിക്ക വറുത്തതും ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. എൻ്റെ കറി ഇന്ന് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഉച്ചക്കത്തെ ഊണിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കും. സ്ഥിരം കൂട്ടാൻ കൊള്ളില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വഴുതനങ്ങ ഐറ്റംസ് ഒന്നും സ്ഥിരം കൂട്ടുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല അതെങ്ങനെയാണെന്ന്. എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് ഇതിങ്ങനെ വറുത്തെടുക്കും. നല്ല ടേസ്റ്റാണ് ചോറുണ്ണാൻ. അപ്പം എൻ്റെ കറി തൈര്, കത്തിരിക്ക വറുത്തതും ചമ്മന്തിയാട്ടോ.